ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഒയാക് ടവർ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ബ്രാഞ്ച് കാളികാവ്. ഒയാക്, ട്രാൻസ്ഫോമിംഗ് ഡ്രീം ഇൻടു റിയാലിറ്റി. ജനവാസ കേന്ദ്രത്തിൽ തമ്പടിച്ച കൊമ്പൻ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. പോത്തുകൽ പഞ്ചായത്തിലെ വെളുമ്പിയംപാടം, അമ്പിട്ടാംപൊട്ടി, മില്ലുംപടി, ചെന്നംപൊട്ടി, കാനക്കുത്ത് ഭാഗങ്ങളിലെ ജനങ്ങളാണ് ഒരു മാസത്തോളമായി ഒറ്റയാന്റെ സാന്നിധ്യം മൂലം ഭീതിയോടെ കഴിയുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ആനയ്ക്ക് മുന്നിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് പലരും അപകടങ്ങളിൽപ്പെടാതെ രക്ഷപ്പെടുന്നത്. സൈനബ കാട്ടുമുണ്ട, ലത്തീഫ് കുണ്ടിലാടി, അഹമ്മദ് കുട്ടി എരഞ്ഞിക്കൽ, മുത്തലിബ് ആലായി, തൃക്കളം ഹംസ എന്നിവരുടെ കൃഷിയാണ് ചൊവ്വാഴ്ച രാത്രി ആന നശിപ്പിച്ചത്. തെങ്ങുകളും കമുകുകളും നശിപ്പിച്ച ആന കുലച്ച് 36 നിരവധി വാഴകളും ചവിട്ടിമെതിച്ചാണ് പോയത്. ഇതിനിടെ പ്ലാവുകളിൽ നിന്ന് ചക്ക പറിച്ച് തിന്നുകയും ചെയ്തു. ഒരു മാസം മുൻപ് കാഞ്ഞിരപ്പുഴ വനത്തിൽ നിന്നും ചാലിയാർ പുഴ കടന്നെത്തിയ കൊമ്പൻ ജനവാസ കേന്ദ്രത്തിലൂടെ സഞ്ചരിച്ച് കാനക്കുത്ത് വനമേഖലയിൽ അകപ്പെടുകയായിരുന്നു. അന്നുമുതൽ വനാതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്ന ഒറ്റയാൻ നിത്യേനയെന്നോളം ജനവാസ കേന്ദ്രത്തിലെത്തി കാർഷിക വിളകൾ നശിപ്പിക്കുകയാണ്. ചൊവ്വാഴ്ച പകൽ വെളുമ്പിയംപാടം ജുമാ മസ്ജിദ് പരിസരത്തും ജനങ്ങൾ ആട്ടിയകറ്റിയ ആന രാത്രി വീണ്ടും എത്തി. പിന്നീട് വനപാലകരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും മറ്റും കാട്ടിലേക്ക് തിരിച്ചു കയറ്റുകയായിരുന്നു. വനാതിർത്തിയിൽ സ്ഥാപിച്ച ഫെൻസിംഗ് പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. മില്ലുംപടി മുതൽ ചേന്നംപൊട്ടി വരെയുള്ള വനാതിർത്തി പ്രദേശത്തെ വേലി വർഷങ്ങളായി തകർന്നിരിക്കുകയാണ്. ഇതിലൂടെ അനായാസം കാടിറങ്ങുന്ന ആനകൾ കർഷകർ സ്വന്തം നിലയ്ക്ക് സ്ഥാപിച്ച വേലികളും നശിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ വെളുമ്പിയംപാടം 5-ാം വാർഡ് പ്രദേശത്താണ് ഇന്നലെ രാത്രി ഏകദേശം 2 മണിയോളം അവിടെ ചേനംപൊട്ടി കാനക്കുത്ത് ഭാഗത്ത് ആന ഉണ്ടായിരുന്നു. അവിടുന്ന് ഫോറസ്റ്റ് ഓഫീസർമാരെല്ലാവരും വന്ന് ഞങ്ങൾ കാട്ടിലേക്ക് തുരത്തി. അതിനുശേഷമാണ് ഇവിടെ ഒരു 4 മണിയാകുമ്പോഴാണ് ഇവിടെ വന്നിട്ട് ഈ അക്രമം കാണിച്ചിട്ടുള്ളത്. ഇവിടെ ചക്ക ഉണ്ട്, ചക്കമരം കൊമ്പടക്കം ഒടിച്ച് അവിടുന്ന് ചക്ക തിന്ന് ഇവിടെ വാഴ നശിപ്പിച്ച് അത് മൊത്തം വീടുകളാണ്. ഇത് വീടാണ്, തൊട്ട വീടുകളാണ്. ഇത് മെയിൻ റോഡാണ്. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് അവിടെ ഇറങ്ങി അപ്പുറത്ത് ആ വാഴത്തോട്ടത്തിൽ കയറി അവിടെയും വാഴ നശിപ്പിച്ചിട്ടുണ്ട്. മൊത്തം നാശനഷ്ടങ്ങൾ. ഒരു മാസക്കാലത്തോളമായി ഈ ആന ഇവിടെ വല്ലാതെ ഭീതി പരത്തുകയാണ്. ആരെങ്കിലും ഭയപ്പെടുന്ന രീതിയിലേക്കുള്ള പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ നമുക്ക് കണ്ണീരൊലിപ്പിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം അതിനു മുമ്പ് തന്നെ ഇതിന് ശക്തമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവണം. ഈ ആനയെ ഇവിടുന്ന് തുരത്തി ഉൾക്കാട്ടിലേക്കോ അതല്ലെങ്കിൽ ഇവിടുന്ന് അതിന്റെ കൂട്ടം തെറ്റി. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.